കേൾക്കുവാൻ നടമണി തൊട്ടു നാഗമെന്നല്ലയോ ഞാനറിഞ്ഞു. പിന്നെയും ദൈവമേ, ഈ ജോലിയെങ്കിലും ഒന്ന് ശരിയാക്കി തരണേ. പോയി ഡാളിയ, അകത്തൊരു പെണ്ണിനെ എന്തൊക്കെ ചിരിച്ചതാ. ആര്? നിന്നെ? സത്യടാ പുല്ലേ, അവൾ അകത്തുണ്ട്. നീ ഒന്ന് വന്നേ, നമ്മക്കകത്ത് വരുന്നോളാ. പേരറിയാൻ എന്താ ഒരു വഴി. അവളാ? അശ്വതിയോ? നിനക്കറിയോ അവളെ? പിന്നെ എന്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ചതല്ലേ. പോടാ. എടാ പ്ലീസ്, നീ ഒന്ന് പോയി സംസാരിക്കണം. എന്തിന്? നീ അങ്ങ് പോയി സംസാരിച്ചാ മതി. എനിക്ക് ഈ പെമ്പിളോട് സംസാരിക്കാൻ നിനക്കറിയാലോ. നീയാകുമ്പോ നീ കാര്യത്തിൽ എക്സ്പെർട്ട് അല്ലേ. കൊള്ളാം. നീ പോയി ഒന്ന് പരിചയം പുതുക്കടാ. നീയാകുമ്പോ നീ എന്നെക്കൊണ്ട് പറ്റൂടോ. ഓ മതി, നീ എന്നെ അങ്ങ് പൊക്കാതെ. സംസാരിക്കാൻ അറിയത്തില്ല, പ്രേമിക്കാൻ നടക്കുന്നു. ഡാളി എന്തോയി? അളിയ, അവള് ശരിയാവത്തില്ല, മുടിഞ്ഞ ചാടയാ. ഇപ്പൊ എന്നോട് തന്നെ സംസാരിച്ചു കണ്ടില്ലേ. നീ കയറി. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞു? അളിയ, നിന്റെ ഒരു ക്യാരക്ടറിന് പറ്റിയ ആളല്ല അവള്. അവള് മാത്രമല്ല ലോകത്ത് പെണ്ണായിട്ട്. പോകാൻ പറയടാ. പ്ലീസ്, എനിക്കെന്തോ അവളെ കണ്ടപ്പോൾ നീ ഇപ്പോൾ അവളുമായി കുറച്ച് ലിങ്കായില്ലേ. ഇനിയിപ്പോൾ നീ വിചാരിച്ചാൽ നടക്കും. ഓ, ശല്യം ആയല്ലോ. നോക്കാം. ഇതാ അവിടെ വീട്. ശരി, നീ വണ്ടി കൊണ്ട് മാറിയിരിക്കും, ഞാനൊന്ന് നോക്കാം. ഇവിടെ ആരും കാണുന്നൊന്നുമില്ല. ഇതാരാ? ദൈവമേ, പെട്ട ഇയാളിതങ്ങോട്ട്. എന്താടാ ചേട്ടാ, സമയം എത്രയായി? പോടാ, അവന്റെ സമയം. നീ എന്നെ തള്ളു അല്ലേടാ, ഞാൻ ആരാന്ന് കാണിച്ചു തരാം. അമ്മ, ഞാൻ ഇറങ്ങുവാണേ.
ഡാളിയ അവള് വരുന്നുണ്ട്. അയ്യോ. വണ്ടി വിട്. ആ ആ ഡാളിയ അവള് വരുന്നുണ്ട്. ഞാൻ പോയി സംസാരിക്കട്ടെ? നീ എവിടെ? ഞാൻ പോയി സംസാരിക്കാം. ആ ജയ്സ, ആ നീയോ? എന്തിനാ ഇവിടെ? എവിടെ പോയതാ? ഒന്നുമില്ലടാ, ഇവിടെ വരെ വന്നാ. വൈകിട്ട് ജിമ്മി കാണത്തില്ലേ? ആ വരും. ആ ശരിയടാ. ഓക്കെ. നീ അത് ഒക്കെ എടുക്കടാ. ആ എനിക്ക് തോന്നി ഇതേ പൊങ്ങത്തുള്ളൂ. ആ അത് മതി. എടാ ജെയ്സണെ ഇപ്പം ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ, മറ്റേ ജിമ്മിൽ നിന്ന് ഇറങ്ങാൻ തന്നെ. ഓ അവനിപ്പോൾ മെയിൻ പരിപാടി വേറെ, ഇപ്പോൾ ഫുൾ ടൈം ഒരു പെണ്ണിനോട് കറക്കമല്ലേ. അതേതാടാ ഞാനറിയാത്തൊരു കൊച്ച്? ഓ നിനക്കറിയില്ലടാ, 10ാം ക്ലാസ് വരെ ഞങ്ങളോട് പഠിച്ചൊരു കൊച്ചാ, അശ്വതി. ഏത് ആ വെള്ളപ്പാറ്റ? അവളുടെ പറഞ്ഞല്ലേ നീ നടക്കുന്നത്? അതാ എനിക്ക് വേണ്ടി അവൻ അവളുടെ പുറകെ നടക്കുന്നത്. ആര്? അവനാ? ആ കൊള്ളാം, നിനക്കറിയാലോ അവൻ്റെ സ്വഭാവം. നിനക്ക് സംശയമുണ്ടോ? അവളിപ്പോൾ അവനോട് കാണും. നീ ഒരു കാര്യം ചെയ്യും, ഇപ്പം അവനെ ഒന്ന് വിളിച്ചു നോക്ക്. എടാ അവളെ ഞാൻ പലയിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട്, ഇതാ ഇന്നുകൂടെ കണ്ടതേ ഉള്ളൂ. അവൻ ഫോൺ കട്ട് ചെയ്തല്ലേ? കണ്ടോ ഞാൻ അപ്പളേ പറഞ്ഞില്ലേ, അവൾ അവനോട് തന്നെ കാണും. അളിയ നിന്നെ അവൻ നൈസായിട്ട് തേച്ചു, അത്രേ ഉള്ളൂ. വേണ്ട. അളിയാ നീ എന്താ നേരത്തെ വന്നേ? പോടാ. ഇവനെന്ത് പറ്റി? ആവുന്ന പണിക്ക് പോടാ, വലിക്കാൻ നടക്കുന്നു. അതെ, ആ അതെ, ജെയ്സൺ എന്നോടെല്ലാം പറഞ്ഞു. താനൊരു ജോലിക്ക് വേണ്ടി കുറെ നടന്നതല്ലേ, എന്നിട്ട് ഇപ്പൊ നല്ലൊരു കമ്പനിയിലല്ലേ ജോലി കിട്ടിയത്. എന്നിട്ടും എന്താ, ഒരു പെണ്ണിന് വേണ്ടി സ്വന്തം ലൈഫ് കളയുന്നത് സിനിമയിലൊക്കെ കാണാൻ നല്ലതാ, പക്ഷെ അതൊന്നും അല്ല യഥാർത്ഥ ജീവിതം. തനിക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ തനിക്ക് നല്ലൊരു ജോലി ആയില്ലേ, ഇപ്പൊ അതിന് പോകും. 2 വർഷം കൂടി കഴിഞ്ഞാൽ എന്റെ പഠിത്തവും തീരും.
അപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് ധൈര്യമായി പെണ്ണ് ചോദിച്ചോളൂ. ഞാൻ ഒരിക്കലും നോ പറയില്ല. ഹലോ ഡാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്നാലും എൻ്റെ അളിയ, നീ എന്നെ സംശയിച്ചല്ലോ. വിട്ട് കളയാളിയാ, നീ എൻ്റെ ചങ്കല്ലേ, അതിനല്ലേ ഇത് നിനക്ക് മേടിച്ചു തന്നു. അപ്പോൾ പിന്നെ ജോലി കിട്ടിയെൻ്റെ അതൊക്കെ പുറകെ വരുന്നുണ്ടോ? എനിക്കത് കേട്ടാൽ മതി.